Hi friends, this is our channel Daily Vlogs by Krishna. ഇന്ന് അമ്മുവേട്ടനും പോവാണ് കേട്ടോ. സമയം 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. വണ്ടി ടാക്സി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടാക്സി എത്തിയതാ. ഒരാൾ വണ്ടി കുന്തി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവിടാൻ പോവാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ് കേട്ടോ. ആ വീഡിയോയിലോട്ട് പോവാം. കുറച്ചില്ല പിന്നെ കൂടെ അടച്ചതാ. ലോറ കൂട്ടിക്കിടന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ വന്നത് കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ദൂരെ വഴിക്കൊക്കെ പോകുമ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങാറ് എപ്പോഴും. ഇവിടുന്ന് കയറിയിരുന്നിട്ട് ഞാൻ പിന്നെ ഉണരുന്നത് എവിടെയോ ടോൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ. അവിടെ എത്തുന്നവരെയും ഉറക്കം തന്നെയായിരുന്നു എനിക്ക് പരിപാടി. ഞങ്ങൾ ഇവിടുന്ന് 1:30 ഇറങ്ങി ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇവരെ എയർപോർട്ടിൽ വിടാൻ പോയത്. ഗൈസ് കണ്ണാടിയിലുള്ള ഉണ്ടമ്പരി നോക്കൂ ഗൈസ്. ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അത് ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. ടാക്സി വിളിക്കുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ആ ടാക്സി ഡ്രൈവർ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ജിഷ്ണു അങ്ങനെയല്ലേ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചു കേട്ടോ. ഏട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. ആൾക്ക് ഇപ്പോഴും ഏട്ടനെ നന്നായിട്ട് ഓർമ്മയുണ്ട്. പണ്ട് ഏട്ടൻ LKG UKG ആ സമയത്ത് എന്താ പറയുക, ഏട്ടൻ്റെ വാൻ ഡ്രൈവറായിരുന്നു. അത് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു ആ ഏട്ടൻ. അനിയേട്ടൻ എന്നാണ് പേര്. അപ്പോൾ ആൾക്കിപ്പോഴും ലൊക്കേഷൻ പറഞ്ഞപ്പോൾ ഇന്ന ആളുടെ മകനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടന് ഓർമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം പേര് സഹിതം ആൾ ചോദിച്ചു ഇന്ന ആളല്ലേ എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആളുടെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. എടുത്തായിരുന്നു വരാം. തൂക്കിട്ട് പോരാ. അങ്ങോട്ട് വരാം. ഞാൻ നമ്പർ കൊടുക്കാം. അയ്യോ വണ്ടി തൂക്കിയിട്ട് അങ്ങോട്ട് പുറകോട്ട് പോയാൽ പോരെ.
കറക്റ്റാന്ന്, കുഴപ്പമില്ല കുഴപ്പമില്ല. മാങ്ങയും കൂടി കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾ അപ്പോഴേക്കും അത് റാപ്പ് ചെയ്തതാണ്. അത് 18 ഉണ്ടാവും. ആ ഫസ്റ്റ് അല്ല, ഇതിന്ന് എന്തെങ്കിലും എടുത്ത് ഒതുക്കി വെക്ക്. ചില്ലറ ഒരു 22 വരെയൊക്കെ കൊണ്ടുപോകാം. ആണോ? അത് റീറ്റെയിൽസ് ചെയ്തൊക്കെ മാങ്ങ വന്നു. അത് സാരമില്ല, അത് കുഴപ്പമില്ല. 17 ഉള്ള മാങ്ങ സുഖമായിട്ട് അതിൽ വെക്കാറ്. പോയി കല്യാണത്തിന് മുന്നേ വരെ ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, എയർപോർട്ടിൽ പോയാലും തന്നെ കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെയൊക്കെയാണ് യാത്ര അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ചാണല്ലോ പോകുന്നത് എന്നുള്ളൊരു സമാധാനം ഇതൊക്കെ ഉണ്ട്. വിഷമമുണ്ട്, പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ 1 ഇയർ ഏകദേശം ആവുണ്ടാവും അവർ തിരിച്ചു വരാൻ. അപ്പോൾ ഇത്രയും നാളൊന്നും ഏട്ടനെ കാണാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ട്. എന്നാലും കൂടെ അവരൊന്നിച്ച് പോകുമ്പം അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഇത്ര വിഷമം വരില്ല നമുക്ക്. ഏട്ടൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറിപ്പോണ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവരെ വിട്ടിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. എന്താ പറയുക, അങ്ങോട്ട് പോയപ്പോഴും അതെ, തിരിച്ച് വന്നപ്പോഴും അതെ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് ഉറക്കം എന്താ പറയുക, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് ഉറങ്ങി തന്നെ തീർക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തലവേദനിക്കും, തല ഇറങ്ങണ പോലെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം മാത്രമാണ് ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഉണർന്നിരുന്നിട്ടുണ്ടാവുക. ഇവിടുന്ന് കയറിയപ്പോഴും അതേ, ഇവിടുന്ന് കയറി ഇരുന്ന് ഉടനെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് എത്തിയിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അതുവരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ടോൾ ബൂത്തിൻ്റെ അടുത്ത് ക്യാഷ് കൊടുക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് എന്തോ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ വെക്കേഷൻ വളരെ പെട്ടെന്നാണ്, കല്യാണവും ബഹളവും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര പെട്ടെന്ന് പോയി. എന്താ പറയുക, 10 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഏട്ടൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വന്നതാണ്.
ഏട്ട പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പോണ കാര്യം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ 10 ദിവസം കിട്ടിയ ഞങ്ങൾക്ക്. എന്താ പറയുക, ഇനി ഇതുപോലെ 10 ദിവസത്തിന് ലീവിന് വരില്ല എന്നും പറഞ്ഞിട്ടാട്ടോ ഏട്ടൻ പോയത്. നമ്മൾ അവരെ വിട്ടിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഡാം 7 മണിക്കായിരുന്നു, നമ്മൾ 5:30 എത്തിയിട്ടുണ്ട്. ഒരുപാട് ദൂരത്തുനിന്ന് വരികയായതുകൊണ്ട് തന്നെ ലേറ്റ് ആവേണ്ട എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങി. 1:30 ക്യാബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒട്ടും ഇറങ്ങിയിട്ടില്ല. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ കേട്ടോ. ഇനിയിപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുവരെ ഒന്ന് കണ്ണടക്കട്ടെ. വാടാനക്കുറിശി എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ കഴിച്ചത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബീഫും പൊറോട്ടയും. അപ്പോൾ എന്താ പറയുക, ഒന്നെങ്കിൽ മസാല ദോശ, ഇനി അതില്ലെങ്കിൽ ബീഫും പൊറോട്ടയും കിട്ടിയാൽ ഇത് രണ്ടുമാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മെയിനായിട്ട് ഞാൻ കഴിക്കാറുള്ളത്. 2 സാധനങ്ങൾ ഇതാണ്. അമ്മ മസാല ദോശ കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നു. വാടാനക്കുറിശി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞാൻ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇവിടുന്ന് കൊച്ചിൻ എയർപോർട്ട് വരെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ എടുക്കും തോന്നുന്നു. ട്രാഫിക്കും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പം വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലാക്കി പുള്ളി പോയി. വീട്ടിൽ വന്നപ്പം കേശൂട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിന് കാല് വയ്യാത്തതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും അമ്മയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ചാച്ചാ.